ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മള് പോസ്റ്ററിൽ കണ്ടിട്ടുണ്ടാവില്ല, ലേൺ ദ ആർട്ട് ഓഫ് മൈൻഡ്ഫുൾനെസ് എന്നാ. മൈൻഡ്ഫുൾ ലിവിങ് എന്ന് പറയുന്ന ഒരു ആർട്ട് നമ്മൾ പഠിച്ചെടുക്കാൻ വേണ്ടി പോവാണ്. ഒരുപാട് കലകൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, വരക്കലും പാടലും. അതുപോലെ മൈൻഡ്ഫുൾ ആയിട്ട് എങ്ങനെ ജീവിക്കാം, എന്താണ് ഈ മൈൻഡ്ഫുൾനെസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, എന്റെ ഓഡിയോ ക്ലിയർ ആണല്ലോ അല്ലെ? എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. അപ്പൊ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന സമയത്ത് എന്താണ് മൈൻഡ്ഫുൾനെസ്? നിങ്ങളൊരറിവില് എന്താണ് മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കുക എന്ന് പറയുന്നത്? നിങ്ങൾക്ക് അറിയുന്ന ഇതില് എന്തായിരിക്കും മൈൻഡ്ഫുൾനെസ്? അറിയുന്ന ആളുകൾ ഉണ്ടാവും, ചിലപ്പോൾ ഒരു പരിചയവും ഇല്ല, എന്നാലും എന്താണ് മൈൻഡ്ഫുൾനെസ് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഒന്ന് ചാറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ. വോയിസ് ഓൺ ആക്കുമ്പോ, എല്ലാരും കൂടി ഓൺ ആക്കുമ്പോ നമുക്ക് മൊത്തത്തില് കലപിലാവും. അപ്പൊ അതുകൊണ്ട് ചാറ്റിൽ എന്താണ് മൈൻഡ്ഫുൾനെസ്? മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കാന്ന് പറയുന്നത് എന്താണ്? ഫീലിങ്സ്, പിന്നെ live in the present, യെസ്, ഈ നിമിഷം. ഇനിയുണ്ടോ ആരെങ്കിലും? നമ്മൾ നമ്മളെ തന്നെ ബെസ്റ്റ് വേർഷൻ ആവാ, പോസിറ്റീവ് തോട്ട്സും എല്ലാം വെച്ച്. യെസ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ അതിൽ പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പൊ മൈൻഡ്ഫുൾ ലിവിങ് എന്ന് പറയുന്ന സമയത്ത് മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട്, സമാധാനത്തോട് കൂടിയിട്ട് ഈ നിമിഷത്തെ അറിഞ്ഞ് ജീവിക്കാം, മനസ്സറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുക. യെസ്, വെരി ഗുഡ്. മനസ്സറിഞ്ഞിട്ട് നമ്മൾ ഓരോ നിമിഷം ചെയ്യുന്ന കാര്യങ്ങളും അത് അറിഞ്ഞ് അനുഭവിച്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ മൈൻഡ്ഫുൾ ലിവിങ് എന്ന് പറയുന്നത് എന്താ? മൈൻഡ്ഫുൾ ആയിട്ട് നമ്മൾ ആ ഒരു നിമിഷത്തെ ആസ്വദിച്ചിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ അതിനർത്ഥം ഒരു പ്രശ്നവും ഇല്ലാതെ എപ്പോഴും സന്തോഷം, എപ്പോഴും സമാധാനം, എപ്പോഴും ഭയങ്കര പോസിറ്റീവായിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ഇങ്ങനെ ചില്ലടിച്ച് നടക്കുക, അതല്ല മൈൻഡ്ഫുൾ ലിവിങ്. എന്ത് ലൈഫാണ്, അവിടെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, പ്രശ്നങ്ങൾ ഉണ്ടാവും അല്ലെ, പ്രതിസന്ധികൾ വരും, നമുക്ക് നല്ല കുറെ ഹാപ്പി മൊമെന്റ്സ് വരും, സെലിബ്രേറ്റ് ചെയ്യാനുള്ള മൊമെന്റ്സ് വരും അല്ലെ, അച്ചീവ്മെന്റ് കുറെ കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അതിന്റെ കൂടെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ വരും. പക്ഷെ പ്രശ്നങ്ങളെ നമ്മൾ എന്താക്കി മാറ്റരുത്, അത് പരീക്ഷണങ്ങളാക്കിയിട്ട് അതൊരു വലിയ പ്രശ്നമാണോ, പ്രശ്നമാണ് എന്ന് കാണുന്നതിനപ്പുറത്തേക്ക് നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് ആണ്. അല്ലെ, നമുക്ക് പുറത്തുനിന്ന് ഒരുപാട് കോഴ്സുകൾ നമുക്ക് എടുക്കും. ടീച്ചേഴ്സ് ട്രെയിനിങ് ഉണ്ടാവും, പോലീസിനുള്ള ട്രെയിനിങ് ഒക്കെ കേട്ടിട്ടുണ്ടാവും, ഓരോന്നിനുള്ള ട്രെയിനിങ്. അപ്പൊ ലൈഫ് എന്ന് പറയുന്നത് നമുക്കൊരു ട്രെയിനിങ് ആണ്. അതിൽ വരുന്ന ഓരോ സിറ്റുവേഷനും നമുക്ക് ലൈഫില് പിന്നീട് നമ്മളെ ആ ഓരോ സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമുക്ക് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോ സിറ്റുവേഷനിലൂടെ പോകുന്നത്. അപ്പൊ ഓരോന്നും നമുക്ക് എന്താണ്, ഓരോ ട്രെയിനിങ് ആയിട്ട് കാണാം. പരീക്ഷണങ്ങൾ എന്നുള്ളതിനപ്പുറത്തേക്ക് നമ്മൾ ലൈഫിൽ നമ്മൾ അനുഭവിക്കുന്ന എന്ത് പ്രശ്നങ്ങളായിക്കോട്ടെ, എന്ത് അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്, അതെല്ലാം നമുക്ക് ഓരോ ട്രെയിനിങ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെയോ പഠിച്ചെടുക്കാനുണ്ട് എന്നുള്ളത് കാണാം, അത് മനസ്സിലാക്കാം. അപ്പൊ മൈൻഡ്ഫുൾ ലിവിങ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു, പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രശ്നങ്ങൾ ഇല്ലാത്ത ലൈഫ് എന്നല്ല. പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും എന്ത് കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിലും അവിടൊക്കെ നമുക്ക് ഗ്രേറ്റ്ഫുൾ ആയിട്ട് നന്ദി പറഞ്ഞ് നമുക്ക് മനസ്സറിഞ്ഞിട്ട് ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ്. എന്ത് പ്രശ്നത്തിന്റെ ഇടയിലും അല്ലെ, താങ്ക് യു, താങ്ക് യു, നമ്മുടെ അൽഹംദുലില്ലാ അല്ലെ, നമ്മുടെ ക്രിയേറ്ററിനോട് നന്ദി പറഞ്ഞിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റണം. അപ്പോഴാണ് അത് മൈൻഡ്ഫുൾ ലിവിങ് എന്ന് പറയാം. സന്തോഷം, സമാധാനം അല്ലെ. അപ്പൊ അതിന്റെ അർത്ഥം, അപ്പൊ എന്ത് പ്രശ്നം വന്നാലും നമുക്ക് അവിടെ എന്തുണ്ടാവും, സമാധാനം ഉണ്ടാവും. അപ്പോഴാണല്ലോ നമ്മൾ മനസ്സറിഞ്ഞ് നമുക്ക് നന്ദി പറയാൻ പറ്റാം. അപ്പൊ ആ രൂപത്തിലേക്ക് നമ്മൾ ആവണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം, നമ്മളെ സെൽഫിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുതന്നെ വേണം. അല്ലാണ്ട് നമുക്ക് എന്ത് പറ്റൂല, ഇതിന് പറ്റൂല. അത് പിന്നെ നമ്മൾ എന്ത് ചെയ്യും, പല സിറ്റുവേഷനിലൂടെ കടന്നു പോയി 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 നമ്മൾ അങ്ങനെ ആയി മാറും. നമ്മൾ ക്രിയേറ്ററിനോട് പഠിച്ചോനെ നമുക്ക് ക്ഷമ തരണേ അല്ലെ, ക്ഷമിക്കാനുള്ള കഴിവ് തരണേ എന്ന് പ്രാർത്ഥിക്കുമ്പോ ആ ക്ഷമിക്കാനുള്ള കഴിവ് എങ്ങനെയാ നമ്മളിൽ ഉണ്ടാവുന്നത്? നമ്മളിൽ വന്നിട്ട് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് തരികയാണോ? അല്ല. നമ്മളപ്പോ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു കൊണ്ടുപോയിട്ട് അല്ലെ, ഒരു സിറ്റുവേഷനിലൂടെ കടത്തിക്കൊണ്ടുപോകും. എന്നിട്ട് അവിടെ നമ്മളെ ക്ഷമിക്കാനുള്ള കഴിവ്, അവിടെ ആ ഒരു ട്രെയിനിങ്ങിലൂടെ നമുക്ക് ക്ഷമിക്കാനുള്ള കഴിവ് നമുക്ക് കിട്ടും.
നമ്മളെ പല സിറ്റുവേഷനിലൂടെ, ഏതൊക്കെ സിറ്റുവേഷനിലൂടെ ആണോ നമ്മളെ ലൈഫിൽ പോകുന്നത്, അവിടെ നിന്നൊക്കെ എന്ത് ചെയ്യും, ആ ക്ഷമിക്കാം അല്ലെ. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം അങ്ങനെ ആയിട്ട് നമുക്ക് തരാം, അല്ലാതെ ഡയറക്റ്റ് കൊണ്ട് തരൂല. അതേപോലെ തന്നെയാണ് നമ്മൾ മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കുക എന്ന് പറയുന്ന സമയത്ത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. സന്തോഷത്തോടെയും സമാധാനത്തോടെ ഈ മൊമെന്റിനെ അറിഞ്ഞ്, ഈ നിമിഷത്തെ അറിഞ്ഞ് നമുക്ക് ജീവിക്കാൻ നമുക്ക് സാധിക്കും. അവിടെ ഒരിക്കലും പ്രശ്നമല്ല, പ്രതിസന്ധി ഒന്നും ഇല്ലാത്ത ഭയങ്കര കളർഫുൾ ലൈഫാണ് എന്നുള്ളത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ ഏത് സിറ്റുവേഷനിലും നമുക്ക് അതിനെ പോസിറ്റീവായിട്ട് കാണാനും അതിനെ നമുക്ക് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, അതിനെ കൈകാര്യം ചെയ്യാനും നല്ല നല്ല അല്ലെ, പലർക്കുള്ള പ്രശ്നമാണ് തീരുമാനങ്ങൾ. ചില എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ വന്ന് പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മക്കളെ പ്രശ്നങ്ങളാവാം, അല്ല സാമ്പത്തിക പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ നമ്മളെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആവാം, അല്ലെങ്കിൽ കരിയർ, അല്ലെങ്കിൽ വീട്ടിൽ ഇരുന്നിട്ട് വെറുതെ ടെൻഷൻ അടിക്കുക അല്ലെ, സ്ട്രെസ്. ഇപ്പൊ വീട്ടമ്മമാർക്കുള്ള ഏറ്റവും കൂടുതലുള്ള പ്രശ്നം അതാ. സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ, സ്ത്രീകൾ മാത്രമൊന്നുമല്ല ആണുങ്ങളും ഉണ്ട് ഇതില്, മീൻസ് സ്ട്രെസ് കാര്യങ്ങൾ എന്നുള്ളത്. വെറുതെ ടെൻഷനാണ്, ആവശ്യമില്ലാത്ത ചിന്തകളാണ് അല്ലെ, ആവശ്യമില്ലാത്ത കുറേ സങ്കടങ്ങള് കാര്യങ്ങള് അല്ലെ. അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും അപ്പുറത്തുനിന്നോ എന്തെങ്കിലും നമ്മളോടൊന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് ആലോചിച്ചിട്ട് ആ ഒരു ദിവസം മൊത്തം അല്ലെങ്കിൽ ഒരാഴ്ച മൊത്തം നമ്മുടെ ജീവിതം മൊത്തം കളയും. അങ്ങനെയാണ് പൊതുവേ പലരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഈ ഒരു സൈക്കോളജി അസോസിയേഷൻ, അമേരിക്കൻ സൈക്കോളജി അസോസിയേഷന്റെ ഒരു സ്റ്റഡിയിൽ അടുത്ത് വായിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു. 2030 കൂടിയിട്ട് ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് ഈ മാനസികമായിട്ടുള്ള അസുഖങ്ങൾ കാരണമായിരിക്കും എന്നുള്ളത്. കാരണം അത്രത്തോളം ആളുകളില് മാനസിക പ്രയാസങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്ന സമയം. വെറുതെ ടെൻഷന് കാര്യങ്ങൾ അല്ലെ. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇവിടെയുള്ള ഒരുപാട് ആളുകൾക്ക് ഉണ്ടാവും. അപ്പൊ ആ പോസ്റ്റിലുള്ള ടെൻഷൻ അല്ലെ, അതേപോലെ പേടി, ആവശ്യമില്ലാത്ത ചിന്തകള്, ഇതിനൊക്കെ ഉള്ള പരിഹാരം ഉണ്ട് എന്ന് കേട്ടിട്ട് വന്നവരുണ്ടാവും കുറെ ആളുകൾ. അപ്പൊ മിക്കവാറും ആളുകൾക്കുള്ള പ്രശ്നമാണിത്. അതിപ്പോ ഒരു നോർമൽ ആക്കിക്കൊണ്ടിരിക്കുക പലരും. ഇതിപ്പോ എല്ലാവർക്കും ഉള്ളതാണ്, ഇതെല്ലാവർക്കും ഉള്ളത്. അപ്പൊ കുട്ടികളാണെന്നുണ്ടെങ്കിൽ എക്സാംസിന്റെ സമയത്തുള്ള സ്ട്രെസ് കണങ്ങും. ഇപ്പൊ ഇത് നോർമലാ. പക്ഷെ ആ നോർമലാണ് എന്ന് പറഞ്ഞാൽ അത് നമ്മള് കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അത് കളയാനും അത് എടുത്ത് കളയാനുള്ള പലവിധ മെത്തേഡുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇപ്പോഴും ടെൻഷൻ അടിച്ച് വെറുതെ പേടിച്ച് വെറുതെ നമ്മളെ സമയം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. ലൈഫ് ഒന്നേ ഉള്ളൂ അല്ലെ. അത് എപ്പോഴും മീനിങ് ഫുൾ ആയിട്ടുള്ള ലൈഫ് ആക്കി മാറ്റണം നമുക്ക്. എപ്പോഴും അത് മീനിങ് ഫുൾ ആയിട്ടുള്ള ലൈഫ് ആക്കണം. വെറുതെ ജീവിച്ചു പോയാ പോരാ. നമ്മൾ ഇങ്ങനെയൊക്കെയാണ്, നമ്മൾ ഏതായാലും ജനിച്ചു, ഇങ്ങനെയൊക്കെയാണ് പോണത്. അപ്പൊ ഈ ഒഴുക്കിനൊത്ത് ഇങ്ങനെ 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 അങ്ങ് പോവാ. മരിക്കോളം അങ്ങനെയൊക്കെ ജീവിക്കാം. അങ്ങനെ എല്ലാം ഉള്ളത് നല്ലപോലെ ആക്കണം അല്ലെ. ഉള്ള ലൈഫ് എങ്ങനെയാണോ അത് മാക്സിമം മീനിങ് ഫുൾ ആക്കി കളർഫുൾ ആക്കി കൊണ്ട് നടക്കാൻ നമുക്ക് പറ്റണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യണം. നമ്മൾ വെറുതെ ഇവിടെ വന്നവരല്ല, ഈ ഭൂമിയിലേക്ക് വെറുതെ നമ്മളെ കൊണ്ടെത്തിച്ചതല്ല. നമുക്ക് ഓരോ പർപ്പസ് ഉണ്ട്, ഓരോരുത്തർക്കും ഓരോ പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ജീവിക്കാൻ പറ്റണം. അപ്പോഴാണ് നമ്മുടെ ലൈഫ് മീനിങ് ഫുൾ ആവുക, അർത്ഥവത്തായിട്ടുള്ള ജീവിക്കാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ ആ പർപ്പസ് എന്താണ് നമ്മളോട് ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് ഇങ്ങനെ ചോദിച്ചോക്കാം, നമ്മൾ അകത്തോട് ഇങ്ങനെ ചോദിച്ചോക്കാം, നമ്മളെ സെൽഫിനോട് ചോദിച്ചോക്കാം, എന്തായിരിക്കും എന്റെ പർപ്പസ് ഇവിടെ, എന്റെ പർപ്പസ് എന്തായിരിക്കും ഇവിടെ ഉണ്ടാവാം. ചിലപ്പോൾ നമുക്ക് നമ്മളെ മക്കൾക്കുള്ള ഏറ്റവും വലിയ പർപ്പസിന് വേണ്ടി മക്കളെ സഹായിക്കുന്നതാവാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ചെയ്യുന്ന കാര്യത്തിന് അങ്ങനെയാവാം. എല്ലാവർക്കും ജോലി ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് നമ്മളെ പർപ്പസ് ഉണ്ടാവും. പക്ഷെ പലർക്കും പലതായിരിക്കും, എല്ലാവർക്കും ഒന്നായിരിക്കൂല എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മാക്സിമം ഓരോ മൊമെന്റും അറിഞ്ഞ് മനസ്സറിഞ്ഞ് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെ നമ്മളെ പ്രാപ്തരാക്കാൻ പറ്റും, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ കാര്യം. അതുകൊണ്ട് എന്താണ് മെച്ചം? പലപ്പോഴും നമുക്കുള്ള പ്രശ്നം ഒന്നുകിൽ പാസ്റ്റിലായിരിക്കും. നമ്മളൊരു പ്രശ്നം അതാ, ഒന്നുകിൽ പാസ്റ്റിലായിരിക്കും, കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് കളിച്ചു, എന്നാലും ഓരെന്തിനാ എന്നെ അങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ എന്നാലും എന്താ അങ്ങനെ ഉണ്ടായി, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത് എന്തെങ്കിലും തെറ്റ്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു പോയ എന്തെങ്കിലും വാക്ക്, എന്തിനാ ഞാനിപ്പോ അങ്ങനെ കഴിഞ്ഞത് കഴിഞ്ഞു, എന്നിട്ട് അത് ആലോചിച്ച് അങ്ങ് ഇരിക്കും. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? നമുക്ക് ഒരു എന്തെങ്കിലും ഉപകാരം ഉണ്ടോ? ഇല്ല. ഇനി വരാൻ പോകുന്നതിനെ കുറിച്ച് ഇനിയിപ്പോ എന്താണാവോ അതാവാ, അല്ലെങ്കിൽ എന്താണാവോ ഇതാവാ മറ്റേതാവല്ലേ അല്ലെ. നമ്മൾ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ടെൻഷൻ, ഇപ്പത്തെ മൊമെന്റ് നമ്മൾ ആസ്വദിക്കൂല അല്ലെ. ആ മൊമെന്റ് ഇവിടെ നിന്നിട്ട് ഒന്നുകിൽ കഴിഞ്ഞ പാസ്റ്റിനെ അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കാം. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ കഴിഞ്ഞത് കഴിഞ്ഞു, അത് നമ്മളെടുത്തുനിന്ന് പോയി, ഇനി ആ ഒരു നിമിഷത്തെ കുറിച്ച് ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല. പക്ഷെ അതിനെ, ആ മെമ്മറീനെ എങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കാൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കണം. അതേപോലെ ഫ്യൂച്ചറിൽ വരാൻ പോകുന്നതിനെ കുറിച്ച് പേടിച്ചിരുന്നിട്ട് വല്ല കാര്യമുണ്ട്? അത് നമ്മളെ കയ്യിലല്ല, എല്ലാവർക്കും അറിയാം അത് നമ്മളെ അടുത്തല്ല. അതെങ്ങനെയാണോ പക്ഷെ അത് നമ്മളെ അടുത്തല്ലെങ്കിലും അതിന്റെ കുറച്ച് ഭാഗം നമ്മളെ അടുത്തുണ്ട്. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ അല്ലെ.
അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ടിരിക്കാം, പിന്നെ അങ്ങ് മേലേക്ക് ഏൽപ്പിക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പൊ എന്നിട്ട് ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ടോ പേടിച്ചിട്ടോ ഒരു കാര്യമില്ല. നമുക്ക് ആ ഫ്യൂച്ചറിൽ എന്ത് കാര്യമാണോ നമ്മൾ പേടിക്കുന്നത് അല്ലെങ്കിൽ ടെൻഷൻ അടിക്കുന്നത്, നമുക്ക് വല്ലാണ്ട് നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യുന്ന കാര്യം, അതിനു വേണ്ടിയിട്ട് ഈ മൊമെന്റിൽ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ ആലോചിച്ചിട്ട് അതിനു വേണ്ടിയിട്ട് എന്ത് ആക്ഷൻ എനിക്ക് എടുക്കാൻ പറ്റും, ആ ആക്ഷൻ നമ്മളിപ്പോ എടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മളെ ഭാഗം ക്ലിയർ ആക്കി വെക്കുക, ബാക്കി എന്ത് ചെയ്യാം അങ്ങ് സൃഷ്ടാവിൽ ഏൽപ്പിക്കാം. എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്, ഇനി എന്റെ കയ്യിലല്ല, അത് ഇനി ബാക്കിയുള്ളത് ഇനി എന്താണ് എന്റെ സൃഷ്ടാവിന്റെ കയ്യിലാണ്, അത് അവിടെ ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പൊ എന്ത് ചെയ്യും, ബാക്കിയുള്ളത് അത് ഭംഗിയായിട്ട് അങ്ങ് നടന്നോളും. പിന്നെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, ഒരൊറ്റ മിനിറ്റ്. അസ്സലാമലൈക്കും. ഓക്കെ, അപ്പോ മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു, അല്ലെ? നമ്മൾ ഏത് പ്രശ്നത്തിലൂടെ അല്ല ഏത് സിറ്റുവേഷനിലൂടെ കടന്നു പോകും, പ്രശ്നമാവണമെന്നില്ല, ഏത് സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴും അവിടെ നമുക്കൊരു ചിലപ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ മാത്രമല്ല നല്ല അച്ചീവ്മെന്റ്സ് കാര്യങ്ങൾ വരുന്ന സമയത്തും ഒരു അഹങ്കാരോ ഒന്നുമില്ലാണ്ട്, മറ്റുള്ളവരോട് അസൂയയോ അഹങ്കാരോ ഒന്നുമില്ലാണ്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യണം, എൻജോയ് ചെയ്യാൻ പറ്റണം. നമ്മളെയും അതുപോലെ മറ്റുള്ളവരെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റണം. അതൊക്കെ ഈ മൈൻഡ്ഫുൾ ലിവിങ്ങിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വലിയ വലിയ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വലിയ രീതിയിൽ ചെയ്താൽ മാത്രം മതി. അതിന് പാകത്തിനുള്ള കുഞ്ഞു കുഞ്ഞു ടാസ്കുകളായിരിക്കും നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ആക്കി തരാം. ഇതിൽ നമ്മളെ മാജിക് പ്രാക്ടീസും അതിൽ ഇൻക്ലൂഡഡ് ആണ്. 28 ഡേയ്സിന്റെ മാജിക് പ്രാക്ടീസ് ചെയ്ത ആളുകൾ ഉണ്ടാവും, ഗ്രാറ്റിറ്റ്യൂഡ് ടാസ്കുകൾ. അപ്പൊ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാന്നുള്ളതൊക്കെ നമ്മൾ ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ പറയും. അപ്പൊ ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസിൽ ഇത് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് എന്താ മെച്ചം? ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ ആവശ്യമില്ലാത്ത ടെൻഷൻ ഉണ്ടോ, ആവശ്യമില്ലാത്ത വികാരങ്ങൾ നമുക്കുള്ളിൽ ഇങ്ങനെ ഉണ്ടോ, നമ്മളെ ലൈഫിൽ നമ്മളിങ്ങനെ ആവശ്യമില്ലാത്ത പേടി ആയിക്കോട്ടെ, ടെൻഷൻ, സ്ട്രെസ്, ആൻസൈറ്റി കാര്യങ്ങളായിക്കോട്ടെ, അനാവശ്യമായിട്ടുള്ള ഇനിയിപ്പോ മറ്റുള്ളവരോട് തോന്നുന്ന അസൂയ ആവട്ടെ, ദേഷ്യം വരുന്നവരാവട്ടെ, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പല ആളുകളും ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യം, അപ്പൊ ചില ആളുകൾ ഭയങ്കര ദേഷ്യം പിടിക്കുന്നതാണ്, ഇതൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യം, ഇതൊക്കെ മാറ്റാൻ എന്തുണ്ട്, മെത്തേഡ്സ് ഉണ്ട് എന്നുള്ളത് നമുക്ക് പലർക്കും അറിയില്ല. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇത്തരം സ്വഭാവങ്ങൾ, ഇത്തരം കാര്യങ്ങൾ നമ്മൾ ലൈഫിലുണ്ട്, നമ്മളുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫിലുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പൊ സ്ട്രെസ് ആയിക്കോട്ടെ, ആൻസൈറ്റി ആയിക്കോട്ടെ, ടെൻഷൻ ആയിക്കോട്ടെ, പേടി ആയിക്കോട്ടെ, ഇതിനൊക്കെ ഒരു റീസൺ നമ്മളെ മനസ്സിലുണ്ടാവും. ഇതൊക്കെ കാര്യം, ഇപ്പൊ ഒരാൾ ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട്, വേണ്ട വീട്ടിലുള്ള ഒരാള് നമ്മളോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നത്, നമ്മൾ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, നമ്മളെ കാരണക്കാരായിട്ടൊന്നുമില്ല, എന്നാലും വെറുതെ നമ്മളോട് അങ്ങ് ദേഷ്യപ്പെടുന്നുണ്ട്, ഓരെന്ത് കിട്ടുന്നുണ്ടെങ്കിലും എന്ത് ചെറിയ കാര്യത്തിലും നമ്മളോട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അല്ലെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, എന്ത് കാര്യത്തിനും ഭയങ്കര ദേഷ്യം, നമ്മൾ അങ്ങോട്ടും നിന്നാല് ചൂടാവും. അതിനപ്പുറത്തേക്ക് അവരങ്ങനെ ദേഷ്യപ്പെടാന്, അല്ലെങ്കിൽ അവരെന്നല്ല നമ്മളെ കാര്യം എടുക്കാം, നമ്മൾ വെറുതെ ടെൻഷൻ അടിക്കുന്നുണ്ടോ, വെറുതെ പേടിക്കുന്നുണ്ടോ, ആവശ്യമില്ലാത്ത ചിന്തകളിലൂടെ കടന്നു പോകുന്നുണ്ടോ, അല്ലെ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഇങ്ങനെ തലയിലേറ്റ് ചിന്തിച്ചു കൊണ്ട് നടക്കുന്നുണ്ടോ, എങ്കിലും ഓർക്കുക അതിനൊരു റീസൺ നമുക്കകത്തുണ്ട്. ഇത് വരാനുള്ള ഒരു റീസൺ നമുക്കകത്ത് എന്തോ, നമ്മളെ മനസ്സിൽ കയറി കൂടിയിട്ടുള്ള എന്തോ ഒന്ന്, നമ്മളെ ജീവിത സാഹചര്യങ്ങളിൽ ജീവിച്ച് വളർന്നു വന്ന സമയങ്ങളിൽ, അതിപ്പോൾ തന്നെ ആയിക്കൊള്ളുന്നില്ല, ചെറുപ്പത്തിൽ സംഭവിച്ചതാവാം, നമ്മള്
ഇതിനു മുന്നേ എന്തെങ്കിലും ഒക്കെ നമ്മളെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ, എന്തെങ്കിലും ഭയങ്കര വേദനിക്കുന്ന കാര്യങ്ങൾ നമ്മളെ ഉള്ളിൽ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും ഇത്തരം പ്രശ്നങ്ങൾക്കൊരു റീസൺ. അപ്പൊ ആ കാരണം മനസ്സിലാക്കുന്ന സമയത്ത് എന്നിട്ട് ആ കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പൊ ചിലതിന് കാരണങ്ങൾ നമുക്ക് അറിയില്ല, പക്ഷെ ആ കാരണം അറിയാത്ത കാരണങ്ങളെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് മെഡിറ്റേഷൻസ്, നമ്മളെ മൈൻഡ് പവർ ടെക്നിക്സ് കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ബാക്കിയുള്ളവരുടെ ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ കാര്യങ്ങൾ കാണിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ബേജാറടിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ നമ്മൾ അവിടെ പോയിട്ട് 4 തെറി അങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മനസ്സിലാക്കുക, ഇത്തരം സ്വഭാവങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ ഇപ്പൊ നമ്മളെ മക്കളിലാവാം, അല്ലെങ്കിൽ നമ്മളെ ബാക്കിയുള്ളവരില്ല, നമ്മളിലൊക്കെ ആവാം ഈ ആൻസൈറ്റി, സ്ട്രെസ്, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നതിന് പകരം ഇങ്ങനത്തെ റീസൺസ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാൻ എന്തോ ഒരു റീസണ് അവർക്കകത്തുണ്ട്. അപ്പൊ അതെന്തായിരിക്കും എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് നോക്കുക. അതിനെ ക്ലിയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പ്രശ്നത്തെ മാറ്റാൻ പറ്റും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇത്തരത്തിലുള്ള ആരെങ്കിലും, ഇപ്പൊ നമ്മളാവട്ടെ മറ്റുള്ളവരാട്ടെ, ഇങ്ങനത്തെ സ്വഭാവങ്ങൾ കാര്യങ്ങൾ കാണിക്കുന്ന സമയത്ത് അത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമോ അതിനെക്കുറിച്ച് ആലോചിച്ച് ബേജാറാവേണ്ട ആവശ്യമില്ല. അതിനെന്തോ ഒരു റീസൺ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കിപ്പോ നമ്മളോട് ദേഷ്യപ്പെട്ട ഒരാളാണെങ്കിൽ ആ ദേഷ്യപ്പെട്ട ആളോട് നമുക്ക് എന്ത് തോന്നൂല? ദേഷ്യം തോന്നൂല. നമുക്ക് എന്ത് ചെയ്യും? ഇയാൾ ഇങ്ങനെ ദേഷ്യപ്പെടണം എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഒരു റീസൺ ഉണ്ട്, അയാൾക്കുള്ളിൽ എന്തോ ഒരു വേദനിക്കുന്ന എന്തോ ഒരു കാര്യം ഉള്ളിൽ കിടക്കുന്നുണ്ട്, അതാണ് അയാൾക്ക് ഇങ്ങനെ ദേഷ്യം വരാനുള്ള കാരണം. അപ്പൊ നമുക്ക് ആ വ്യക്തിനോട് എന്ത് വരൂല? ദേഷ്യം തോന്നൂല, ആ വ്യക്തിനോട് വെറുപ്പ് തോന്നൂല, ആ വ്യക്തിനോട് വെറുപ്പ് തോന്നൂല, പകരം അതിന്റെ ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഈ രൂപത്തിൽ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വെറുപ്പും വിദ്വേഷവും ഒന്നുമില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അനാവശ്യമായിട്ടുള്ള പേടിയും ടെൻഷനും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. നമ്മളെ കാഴ്ചപ്പാട് മാറ്റിയാൽ മതി, നമ്മളെ മാനസികാവസ്ഥ മാറ്റിയാൽ മതി. നമ്മൾ പലപ്പോഴും നമ്മളെ പുറമേയുള്ള സാഹചര്യങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. ഇവരാണ് ഇന്നെങ്ങനെ ആക്കി, അല്ലെങ്കിൽ ആളുകളെ മാറ്റാൻ വേണ്ടിയിട്ട് ഇവരെ സ്വഭാവം അല്ലെങ്കിൽ അവരെ സ്വഭാവം, അവരാണ് ഇന്നെങ്ങനെ ആക്കി, ഇവരാണ് ഇന്നെങ്ങനെ ആക്കിയെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങൾ, ഇപ്പൊ ചില ആളുകളുണ്ടാവും സ്ത്രീകളായിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞ് അപ്പൊ എന്നിട്ട് പിന്നെ പഠിക്കാൻ വിട്ടിട്ടില്ല, അങ്ങനാണ് ഇങ്ങനാണ്, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ ആ വീട്ടുകാരെ കുറ്റപ്പെടുത്തും, നമ്മളെ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തണം. പക്ഷെ സാഹചര്യങ്ങളെയോ അല്ലെങ്കിൽ ആളുകളെയോ മറ്റുള്ളവരെയോ ഒന്നും കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല. അതൊന്നും അല്ല ഇതിനുള്ള ഈ നമ്മളിപ്പോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് പ്രശ്നങ്ങളുണ്ടോ അതിനുള്ള റീസൺ ഒന്നും അവരല്ല, നമ്മൾ തന്നെയാണ്. അപ്പൊ നമുക്കകത്ത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ നമ്മൾ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ റീസൺ നമുക്കകത്തുള്ള എന്തോ ഒരു കാര്യം. അപ്പൊ അതെന്തായിരിക്കും എന്ന് കണ്ടെത്തി അത് ഒഴിവാക്കാൻ വേണ്ടി നോക്കാം, മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം, അല്ലെ? അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള ഈ അവസ്ഥ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്താനോ അല്ലെ തള്ളി പറയാനോ ഒന്നിനും പോവില്ല. ബാക്കിയുള്ളവരോട് അസൂയ നമുക്ക് തോന്നൂല. ഇങ്ങനത്തെ നമ്മളെ മാനസികാവസ്ഥ ഒന്ന് മാറ്റം വരുത്തിയാൽ മതി. സാഹചര്യം മാറ്റാനും മറ്റുള്ളവരെ ചുറ്റുപാടുള്ളവരെ മാറ്റാനും നോക്കണ്ട, നമ്മളെ മാനസികാവസ്ഥ മാറ്റിയാൽ മാത്രം മതി. ഇപ്പോ ഞാന് സ്ഥിരമായിട്ട് ഇപ്പോ മുന്നേ ഉള്ള സെഷനിൽ പങ്കെടുത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയുന്നുണ്ടാവും അല്ലെ, ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ബോഡി ഷേമിങ്, ഈ എന്തെങ്ങനെ മെലിഞ്ഞോയെ, ഈ എന്തെങ്ങനെ നിറം കുറഞ്ഞോയെ, ഇതിങ്ങനെ ചോദിക്കുമ്പോ പണ്ടൊക്കെ 2 വർഷം മുന്നേ വരെ എന്നോട് ഇങ്ങനെ ചോദിക്കുന്ന ആളുകളെ കാണുന്നതേ ദേഷ്യമായിരുന്നു. മീൻസ് അവരെ കാണുന്നതേ ദേഷ്യമായിരുന്നു. പക്ഷെ ഞാനൊന്ന് എന്റെ മാനസികാവസ്ഥ മാറ്റി നോക്കിയ സമയത്ത് എന്റെ മാനസികാവസ്ഥ ഞാനൊന്ന് ചേഞ്ച് ആക്കി. ഞാൻ അവരെ നോക്കി കാണുന്ന, മറ്റേന്താ പറയാ, ഇവരെന്തിനാ പിന്നോട് ഇങ്ങനെ ചോദിക്കേണ്ട കാര്യം, അവർക്ക് ഓരോ കാര്യം നോക്കിയാൽ പോരെ, ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ചിന്തിക്കാം. ഓക്കെ, അപ്പൊ നമ്മളെ ആ നോക്കി കാണുന്ന രീതി ഒന്ന് മാറ്റിയപ്പോ പിന്നെ ഇവരാരും ചോദിക്കുന്നില്ല, ഞാൻ ഇപ്പൊ ചോദിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ നമുക്കതൊരു പ്രശ്നമല്ലാതായി മാറി. അതെന്തുകൊണ്ടാ? നമ്മളെ അവരെ മാറ്റിയതല്ല, ആളുകളെ മാറ്റാനല്ല പോയത്, ഞാൻ എന്റെ മാനസികാവസ്ഥ മാറ്റാനാ പോയത്. എന്റെ കാഴ്ചപ്പാട് ഞാൻ മാറ്റി, അവരെ നോക്കിയ അത് സാധാരണ ആയിട്ട് അല്ലെ, അവര് ജനിച്ചു വളർന്ന ഇതിനനുസരിച്ചിട്ട് ഓരോ കൾച്ചർ കാര്യങ്ങൾക്കനുസരിച്ചിട്ട് അല്ലെ, ചിലപ്പോ പണ്ടേ കുറച്ച് പ്രായമുള്ള ആളുകളായിരിക്കും, ഓൾറെഡി കുറച്ച് എന്താണ് അറിവ് കാര്യങ്ങൾ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ കുറവുള്ള ആളുകളായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ സാഹചര്യത്തിൽ നിന്ന് വന്ന ആളുകളാണ്. അപ്പൊ ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് അത് അങ്ങനെയാണ് ശീലിച്ചു വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിൽ ഞാനിങ്ങനെ ഒരു ചോദിക്കണേന് ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് ആരാ കേടെടുത്തുന്നത്? ഞാൻ എന്റെ തന്നെയാ അല്ലെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ നല്ല ലൈഫ്, എന്റെ നല്ല മൊമെന്റ്സിനെ അല്ലെ, എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും ബ്ലസ്ഡ് ആയിട്ടുള്ള മൊമെന്റ്സിനെ ഞാൻ ഇവരെ കുറിച്ച് ആലോചിച്ചിട്ട് വെറുതെ വേസ്റ്റ് ആക്കേണ്ട വല്ല ആവശ്യമുണ്ടോ?
ഇല്ല. ഞാൻ എന്റെ മാനസികാവസ്ഥ ആലോചിച്ചു. ഓക്കെ, ഇനിയിപ്പൊ പിന്നെ ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ചിരിച്ചുകൊണ്ട് കേട്ടിരിക്കാൻ പാകത്തിന് നമ്മളായി. അത് അവരല്ല മാറ്റിയത്, എന്റെ മാനസികാവസ്ഥയിൽ ചേഞ്ച് വരുത്തുക. അതേപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും മാനസികാവസ്ഥയിൽ ചേഞ്ച് വരുത്തിയാൽ മാത്രം മതി നമുക്ക് നല്ല ലൈഫിൽ മൊത്തത്തിൽ ലൈഫ് പോസിറ്റീവ് ആവാൻ വേണ്ടി. നമ്മളെ ചുറ്റുപാടുള്ള ആളുകളെ മാറ്റേണ്ട ആവശ്യമില്ല, സാഹചര്യത്തെ മാറ്റേണ്ട ആവശ്യമില്ല. ലൈഫ് പോസിറ്റീവ് ആവാൻ നമ്മൾ തന്നെ വിചാരിച്ചാൽ മതി, നമ്മളെ മാറ്റിയാൽ മതി. അപ്പൊ മാറ്റം തുടങ്ങേണ്ടത് നമ്മൾ വീടിനകത്താണ് എന്ന് പറയുമ്പോൾ വീടിന്റെ അപ്പുറത്തേക്ക് മാറ്റം തുടങ്ങേണ്ടത് നമ്മളിൽ നിന്നാണ്. നമ്മളിൽ നിന്നാണ് ആ മാറ്റം നമ്മൾ തുടങ്ങേണ്ടത്. അപ്പൊ ആ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു തുടക്കമാണ് ഇവിടെ. അപ്പൊ എന്താണ് ഈ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് കൊണ്ടുള്ള മെച്ചം? ഇതിൽ മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസിൽ ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. നമ്മളിപ്പോ ഇവിടെ യൂസ് ചെയ്യുന്നത് പ്രസന്റ് മൊമെന്റിൽ ജീവിക്കാൻ പാകത്തിന് അങ്ങനത്തെ കുറച്ച് കുറച്ച് കുഞ്ഞു കുഞ്ഞു ടാസ്കുകൾ നമുക്ക് ഡെയിലി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ് എങ്ങനെ മൈൻഡ്ഫുൾ ആക്കാൻ പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള ഓരോ ടാസ്കുകൾ ഉണ്ടാവും. പിന്നെ മെയിൻലി ഉണ്ടാവുന്നത് നമുക്ക് മെഡിറ്റേഷൻ പ്രാക്ടീസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസസ് ഉണ്ടാവും. ഇടയ്ക്ക് ജേർണലിംഗ് പ്രാക്ടീസസ് ഉണ്ടാവും, എഴുത്ത് കാര്യങ്ങൾ, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്താണ് ഇതുകൊണ്ടുള്ള മെച്ചം? ഇങ്ങനെയൊക്കെ ഈ പ്രാക്ടീസ് കൊണ്ടുള്ള മെച്ചം, നമുക്ക് ആവശ്യമില്ലാത്ത ഈ സ്ട്രെസ്, ആൻസൈറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറക്കാൻ പറ്റും. അനാവശ്യമായിട്ട് വെറുതെ നമ്മുടെ ലൈഫിലെ നമുക്കറിയാം ഈ ഓരോ നിമിഷം നമുക്ക് വിലപ്പെട്ടതാണ്. നമ്മുടെ ലൈഫിൽ ഒരു നിമിഷം കഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ ആ നിമിഷം നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല. പക്ഷെ നമ്മൾ എത്രത്തോളം വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുക ഓരോ ദിവസവും. എന്നാലേ വെറുതെ റീൽസ് കണ്ട്, വെറുതെ യൂട്യൂബിൽ അതും ഇതും വീഡിയോസ് കാര്യങ്ങൾ കണ്ട് നമുക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എന്തൊക്കെയാ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാ നമ്മൾ സംസാരിക്കുന്ന സമയത്താണെങ്കിലും അത് നമുക്കും മറ്റുള്ളവർക്കും ഉപകാരപ്രദമാവുന്നതാണോ എന്ന് മാത്രം നോക്കിയിട്ട് സംസാരിക്കാൻ വേണ്ടി നോക്കുക. വെറുതെ നമ്മുടെ ഓരോ എത്രയോ ആളുകളുണ്ട് ജീവിക്കാൻ കൊതിച്ചിട്ട് ജീവിക്കാൻ പറ്റാണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മരിച്ചു പോയിട്ടുള്ള ആളുകൾ, ജീവിക്കാൻ അത്രയും കൊതിച്ചിട്ടും ആ ഒരു മൊമെന്റ് കാര്യങ്ങൾ കിട്ടാത്ത ആളുകൾ. അപ്പൊ നമ്മളൊക്കെ എത്രയോ ബ്ലെസ്ഡാ. നമുക്ക് ഈ കിട്ടിയിട്ടുള്ള ഓരോ മൊമെന്റ്സും നമ്മൾ അത്രത്തോളം ബ്ലെസ്ഡാ. നമുക്ക് ഈ ഓരോ നിമിഷത്തിനും നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. നമുക്ക് ഓരോ ദിവസവും അല്ലെ, ഈ ഓരോ മാസങ്ങൾ, ഓരോ വർഷം, ഇനിയിപ്പോ ഒരു പുതിയ വർഷം വരുന്നത്, ഇതൊക്കെ നമുക്ക് കിട്ടിയിട്ടുള്ള ഓരോ ബ്ലെസ്സിങ്. ആ ഓരോ മൊമെന്റും ഓരോ ബ്ലെസ്സിങ്, നമ്മൾക്ക് പുതിയൊരു തുടക്കത്തിനുള്ള, പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള, നമുക്ക് വേണ്ടിയിട്ടും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പാകത്തിനുള്ള, അതിന് വേണ്ടിയിട്ടുള്ള ഓരോ മൊമെന്റാ നമുക്ക് നമ്മുടെ ലൈഫിൽ ഇങ്ങനെ നമ്മുടെ ക്രിയേറ്റർ തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ വെറുതെ വേസ്റ്റ് ആക്കരുത്. എന്ത് ചെയ്യാം, മാക്സിമം പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളെ പ്രൊഡക്ടിവിറ്റി കൂടും. ആവശ്യമില്ല ഫോക്കസ് കാര്യങ്ങൾ കൂടും. ചില ആളുകൾക്ക് ഉണ്ടാവും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം, ചിന്ത മൊത്തം വേറെ എവിടെയെങ്കിലും ആയിരിക്കും. എന്നിട്ട് പിന്നെ ചിലപ്പം മൈൻഡ് കുക്കിങ്ങിലായിരിക്കും. ഒരു ഭാഗത്ത് അവിടെ വെച്ച് നമ്മൾ ചിന്ത പോയി ഇവിടെ ഉള്ളത് കരിഞ്ഞോ ഒന്നും നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അതേപോലെ പല കാര്യങ്ങളും ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നുണ്ടാവും, പക്ഷെ തോട്ട് മൊത്തം വേറെ എവിടെയെങ്കിലും ആയിരിക്കും. കാരണം ഫോക്കസ്ഡ് ആവില്ല. എന്നിട്ട് അത് ആകെ ഡിസ്ട്രാക്ട്, ചെയ്യുന്ന കാര്യം മര്യാദക്ക് ചെയ്യൂല, എന്നാൽ ചിന്തിച്ച കാര്യം വല്ല ഉപകാരമുള്ളതാണോ അതും ആവില്ല. മൊത്തത്തിൽ അങ്ങ് കൊളാക്കി കയ്യിൽ തരും. അപ്പൊ നമ്മളെ പ്രൊഡക്ടിവിറ്റി കാര്യങ്ങൾ കൂട്ടാന്, നമുക്ക് ഫോക്കസ് കൂട്ടാന്, അതുപോലെ തന്നെ നമുക്ക് ഈ സ്ട്രെസ്, ആൻസൈറ്റി, ആവശ്യമില്ലാത്ത ഫിയർ കാര്യങ്ങളൊക്കെ നമ്മളെ ലൈഫിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൈൻഡ്ഫുൾനെസ് ആക്ടിവിറ്റീസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെയാണ് സ്ലീപ്പിന്റെ ക്വാളിറ്റി കൂട്ടും. ഒരുപാട് സമയം ഉറങ്ങുക എന്നുള്ളതല്ല, ഉറങ്ങുന്നത് മാക്സിമം എന്താക്കാം ക്വാളിറ്റി ഉള്ള സ്ലീപ്പ് ആക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുക. അപ്പൊ ചില ആളുകൾ പറയും 6 മണിക്കൂർ ഉറങ്ങണം, ചില ആളുകൾ പറയും 8 മണിക്കൂർ ഉറങ്ങണം, ചില ആളുകൾ 10 മണിക്കൂർ. അത് ഓരോ ആളുകൾക്കനുസരിച്ചിട്ട് ഉറക്കത്തിന്റെ ദൈർഘ്യം വ്യത്യാസം ഉണ്ടാവും. ചില ആളുകൾക്ക് 8 മണിക്കൂർ വേണ്ടി വരും, ചില ആളുകൾക്ക് 6 മണിക്കൂർ വേണ്ടി വരും, ചില ആളുകൾക്ക് 2 മണിക്കൂർ ഉറങ്ങിയാലും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. സാധാ നോർമലി എല്ലാവരെയും പോലെ നമുക്ക് നല്ല രീതിയിൽ നടക്കാൻ പറ്റും. അപ്പൊ ഓരോരുത്തർക്ക് ഡിഫറൻസ് ഉണ്ടാവും. കാരണം 2 മണിക്കൂർ ഉറങ്ങിയത് അത്രയും ക്വാളിറ്റി ഉള്ള ഉറക്കമായിരിക്കും ഉറങ്ങുണ്ടാവുക. അപ്പൊ നമ്മൾ എത്രത്തോളം മൈൻഡ്ഫുൾനെസ് കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്, നമ്മുടെ മൈൻഡ് അത്രത്തോളം റിലാക്സ്ഡ് ആണ്, അതിനനുസരിച്ചിട്ട് നമുക്ക് പോയോ? ഞാൻ ഇവിടെ എവിടെയും ഉണ്ടാവുന്ന എഴുതിയിരിക്കണം തന്നെ. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നമ്മളെ ക്വാളിറ്റി സ്ലീപ്പ്, അപ്പൊ എത്ര മണിക്കൂറാണോ ഉറങ്ങുന്നത്, ഒരുപാട് സമയം ഉറങ്ങണേ പറയാം, ആ ഉറങ്ങുന്നത് മാക്സിമം ക്വാളിറ്റി സ്ലീപ്പ് ആക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന നമ്മളെ മൈൻഡ് ഭയങ്കര പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം നമ്മുടെ ശരീരവും, മൈൻഡ് മാത്രമല്ല ശരീരത്തിന് എന്തായാലും നമ്മൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഓൾറെഡി കൊടുക്കുന്നുണ്ടാവും.
ശരീരത്തിന് വേണ്ടിയിട്ട് ഭക്ഷണം കാര്യങ്ങൾ നല്ല കൃത്യമായിട്ട് തന്നെ കൊടുക്കുന്നുണ്ടാവും, അതാരും മുടക്കൊന്നുമില്ല. പക്ഷെ മനസ്സിനെ കൂടി അവിടെ എന്താക്കണം, ശരീരത്തെ സംരക്ഷിക്കുന്ന പോലെ മനസ്സിനെ കൂടി സംരക്ഷിക്കാൻ വേണ്ടി നോക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഈ മൈൻഡ്ഫുൾ ലിവിങ് എന്നുള്ളത് കംപ്ലീറ്റ് ആവുക. നമ്മളെ അതിൽ പ്രെയറും കാര്യങ്ങളൊക്കെ വരും. നമുക്ക് മൈൻഡിന്റെ കാര്യം മാത്രമല്ല, അപ്പൊ നമ്മളെ ടാസ്കുകളിൽ നമ്മളെ ബോഡിക്ക് വേണ്ടതുണ്ട്, മൈൻഡിന് വേണ്ടതുണ്ട്, അതേപോലെ നമ്മളെ സോളിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മളെ കാര്യത്തിൽ വരും. അപ്പൊ നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഫ്രീ ആയിട്ട് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി ആണെന്ന് വിചാരിച്ചത് മാക്സിമം എന്താക്കരുത്, കുറച്ച് ദിവസം ചെയ്തിട്ട് പിന്നെ അത് ഒയ്പാൻ നിൽക്കരുത്. ആദ്യമേ നിങ്ങൾക്ക് കംപ്ലീറ്റ് 40 days ടാസ്ക് ഞാൻ കംപ്ലീറ്റ് ആക്കും എന്ന് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് അത്രത്തോളം ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് തൊട്ടേ സ്റ്റാർട്ട് ചെയ്യാം. കാരണം കിട്ടിയ അറിവുകളെ നിങ്ങൾ ഒരിക്കലും അത് എന്താക്കി പോകരുത്, വേസ്റ്റ് ആക്കി കളയരുത്. നമുക്ക് ഓരോ കിട്ടുന്ന അറിവ്, ഓരോ മൊമെന്റും നമുക്ക് ബ്ലെസ്ഡ് ആണ്, ഓരോ മൊമെന്റും നമുക്ക് അത്രയും വാല്യബിൾ. അതുപോലെ തന്നെ ഓരോ അറിവുകൾ കിട്ടിയിട്ട് അത് ഉപയോഗിക്കാതിരിക്കുന്നത്, അത് അത്രയും നമ്മൾ ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. അപ്പൊ നമ്മൾ ഇപ്പോഴേ എന്ത് ചെയ്യാം, നമുക്ക് വാക്ക് കൊടുക്കാം. അപ്പൊ പല ആളുകൾക്കുള്ള പ്രശ്നമാണ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നില്ല കാര്യങ്ങൾ എന്നുള്ളത്. കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തതിന് ഒരു കാരണം നമ്മളെ ഉള്ളിലുള്ള ഇന്റൻഷൻ ക്ലിയർ അല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ എന്തിനാ അതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതിന്റെ ബോധം ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ നമ്മളെ ലൈഫിന്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കാം, നമ്മളെ ജീവിതം, നമുക്ക് കിട്ടിയിട്ടുള്ള ഓരോ മൊമെന്റ്, അപ്പൊ അത് മാക്സിമം ബ്യൂട്ടിഫുൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം എന്ത് ചെയ്യാം, ശ്രമിക്കാം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളത് മാക്സിമം മനസ്സിലാക്കാൻ വേണ്ടി. നമ്മൾ മൈൻഡ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയിൽ നടക്കും, അല്ലെ? നമ്മൾ ബാക്കിയുള്ളവരുള്ള റിലേഷൻഷിപ്പ് കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടാവും, നമ്മൾ മക്കളോട് അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് അല്ലെങ്കിൽ ഭാര്യനോട് മക്കളോടൊക്കെ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന അങ്ങനത്തെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും ഇത്തരം പ്രാക്ടീസിങ്ങിലൂടെ. അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ അനാവശ്യമായിട്ടുള്ള നമ്മുടെ സ്വഭാവങ്ങള് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യും, മാറിക്കിട്ടും. അതേപോലെ തന്നെ നമ്മളെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കാൻ ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മളെ മൈൻഡ് എത്രത്തോളം പോസിറ്റീവാണ്, നമ്മളെ ബോഡി അതിനനുസരിച്ചിട്ട് നമ്മൾ കെയർ ചെയ്ത് മൈൻഡും പോസിറ്റീവായിട്ട് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്മ്യൂണിറ്റി നല്ലോണം വർദ്ധിക്കും. അസുഖങ്ങളെ കാര്യങ്ങൾ ഒരു പരിധി വരെ നമുക്ക് തടുക്കാൻ പറ്റും. മിക്കവാറും 90% അസുഖങ്ങളും സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള അസുഖങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 90% ഈ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അസുഖങ്ങൾ നന്നായിട്ട് കുറക്കാൻ സാധിക്കും നമുക്ക്. തുടർച്ചയായിട്ട് വരുന്ന അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ള, അല്ലെങ്കിൽ നിരന്തരമായിട്ട് നമ്മൾ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെന്ത് ചെയ്യാൻ പറ്റും, അതിലൊരു പരിധി വരെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ച് നമുക്ക് ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും നമ്മളെ ഹെൽത്ത് ആരോഗ്യം കാര്യങ്ങളൊക്കെ കൂട്ടാനും ഒക്കെ നമുക്ക് സഹായിക്കും. അതേപോലെ തന്നെ അതിനേക്കാൾ അപ്പുറത്തേക്ക് നമുക്ക് ഈ ലൈഫ് തന്നിട്ടുള്ള, നമ്മളിങ്ങ് പറഞ്ഞയച്ചിട്ടുള്ള ഒരാളുണ്ടല്ലേ, നമ്മുടെ സൃഷ്ടാവ്, ആ സൃഷ്ടാവുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ ഫുള്ള് പരാതി പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെ? പ്രാർത്ഥനകളിലൊക്കെ എന്നാലും എന്റെ പഠിച്ചോനെ എന്തിനാ എനിക്ക് ഈ അവസ്ഥ വന്നേ, അല്ലെ? എന്തിനാ എനിക്ക് ഈ അവസ്ഥ തന്നെ, ഉള്ള പരാതികളും പരിഭവങ്ങൾക്ക് അപ്പുറത്തേക്ക് നന്ദി പറയാൻ തുടങ്ങും. ഏത് അവസ്ഥയിലും എന്ത് പ്രശ്നത്തിൽ കൊണ്ടിട്ടാലും ആ നന്ദി മനസ്സറിഞ്ഞിട്ട്, ആ ഹൃദയം അറിഞ്ഞ് നന്ദി പറയാൻ നമുക്ക് സാധിക്കും ഈ ഒരു പ്രാക്ടീസിങ്ങിലൂടെ. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ജേണിയാണ് ഈ ഒരു 40 days ഓഫ് ജേണി. അപ്പോ ആ ഒരു ജേണിയിലേക്ക് എന്റെ കൂടെ കൂടാൻ കൂട്ടുകൂടി എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അതേപോലെ തന്നെ വെൽക്കം. ഈ ഒരു ജേണിയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യാണ്. അപ്പൊ ഇത് നിങ്ങളുടെ ലൈഫിൽ വലിയൊരു നല്ലൊരു മാറ്റത്തിന്, ഇതുവരെ മാറിയ മാറ്റങ്ങൾ ഉണ്ടാവും, പക്ഷെ നല്ലൊരു മാറ്റത്തിനുള്ള തുടക്കമാവട്ടെ. ഇനി ഈ ഒരു 2020 ഒരു പുതിയൊരു വർഷം നമ്മുടെ ലൈഫിൽ വരുമ്പോ അത് എപ്പോഴും നമുക്ക് ഓർമ്മിക്കപ്പെടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു നല്ലൊരു വർഷം കൂടി ആവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത്. ബാക്കി നമ്മൾ നാളെ ഒക്കെ ആയിട്ട് നമ്മൾ പറയും. ഓക്കെ, അപ്പൊ ഇനി നിങ്ങൾക്കുള്ള സമയമാണ്